students, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 19th lecture on banking and insurance. This lecture is based on banking, which is the first module in the subject banking and insurance for semester 4 students of BCom. In previous lecture, we were discussing about the topic credit creation, and in this lecture, we are going to continue with the same topic, that is credit creation. നമ്മൾ കഴിഞ്ഞ ലെക്ചർ വരെ ടെക്നിക്സ് ഓഫ് ക്രെഡിറ്റ് ക്രിയേഷൻ വരെ ഡിസ്കസ് ചെയ്തു. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ബിഗിൻ വിത്ത് ദ ടോപ്പിക് ലിമിറ്റേഷൻസ് ഓഫ് ക്രെഡിറ്റ് ക്രിയേഷൻ. ഫസ്റ്റ് വൺ ഈസ് എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ്സ്. Power to create credit depends on the cash deposits received by the banks. If the depositors have no faith in the banking system or are reluctant to deposit the money with banks, the banks will have less cash with them and thus their power to create credit will be curtailed. അതായത് ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുവാനുള്ള ബാങ്ക്സിൻ്റെ പവർ എന്ന് പറയുന്നത് ബാങ്ക്സ് റിസീവ് ചെയ്യുന്ന ക്യാഷ് ഡെപ്പോസിറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഇൻ കേസ് ഡെപ്പോസിറ്റേഴ്സിന് ബാങ്കിങ് സിസ്റ്റത്തിൽ ഫെയ്ത്ത് ഇല്ലാതെ വരികയോ ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുവാനായിട്ട് ഒരു മടി കാണിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക്സിന് അവരുടെ കയ്യിൽ അധികം ക്യാഷ് ഉണ്ടാകില്ല. സോ അവരുടെ ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള പവറും കർട്ടെയിൽ ചെയ്യപ്പെടും, ലിമിറ്റ് ചെയ്യപ്പെടും. Second one is cash reserve ratio. All the banks are required by law to keep a certain percentage of deposits in cash as reserve with the central bank. Higher the ratio of cash reserve, the lower will be the amount of credit creation and vice versa. അതായത് എല്ലാ ബാങ്ക്സും നിയമപ്രകാരം ക്യാഷ് ഡെപ്പോസിറ്റ്സിൻ്റെ ഒരു certain percentage വിത്ത് ദ സെൻട്രൽ ബാങ്ക് റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യണം. ആൻഡ് ഈ ക്യാഷ് റിസർവിൻ്റെ റേഷ്യോ ഹയർ ആണെങ്കിൽ അത്രയും എമൗണ്ട് ക്യാഷ് റിസർവ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. സോ ബാങ്കിൻ്റെ കയ്യിലുള്ള ക്യാഷ് കുറയുകയും ചെയ്യും. സോ ബാങ്ക്സിൻ്റെ എമൗണ്ട് ഓഫ് ക്രെഡിറ്റ് ക്രിയേഷനും ലോവർ ആയിരിക്കും. ആൻഡ് ഈ പറഞ്ഞ ക്യാഷ് റിസർവിൻ്റെ റേഷ്യോ ലോവർ ആണ് എങ്കിൽ ക്രെഡിറ്റ് ക്രിയേഷൻ്റെ എമൗണ്ട് ഹയർ ആയിരിക്കും. Third one is security for loans. Banks grant loans on the basis of certain security. If a customer is not able to provide the bank with sufficient security, the bank will not lend money and hence there will be no credit expansion. അതായത് ബാങ്ക്സ് ലോൺസ് ഗ്രാൻഡ് ചെയ്യുന്നത് certain സെക്യൂരിറ്റിയുടെ ബേസിസിലാണ്. ഇൻ കേസ് ഒരു കസ്റ്റമർക്ക് ലോൺ അവൈൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സഫിഷ്യൻറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുവാൻ കഴിയുന്നില്ല എങ്കിൽ ബാങ്ക് ക്യാഷ് ലെൻഡ് ചെയ്യില്ല ആൻഡ് അവിടെ ക്രെഡിറ്റ് എക്സ്പാൻഷനും നടക്കില്ല. ഫോർത്ത് വൺ ഈസ് ലിക്വിഡിറ്റി പ്രിഫറൻസ്. Amount of credit creation is also limited if the people give preference to the liquidity. Suppose a bank gives loans to a customer who in turn makes payment to his creditor. If the creditor keeps the amount in pocket, there will be no further expansion of credit. അതായത് amount of credit creation പീപ്പിളിൻ്റെ ലിക്വിഡിറ്റിയോടുള്ള പ്രിഫറൻസിനെയും ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. സപ്പോസ് ഒരു ബാങ്ക് ഒരു കസ്റ്റമർക്ക് ലോൺ നൽകുകയാണ് ആൻഡ് ഈ കസ്റ്റമർക്ക് ഈ ലോണിൻ്റെ എമൗണ്ട് ക്രെഡിറ്റർക്ക് അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റർക്ക് പേയ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടിയുള്ളതാണ്. അതായത് ഒരു കസ്റ്റമർ തൻ്റെ ക്രെഡിറ്റർക്ക് ലോണായി ലഭിച്ച എമൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് നടത്തുകയാണ് ആൻഡ് ഈ ക്രെഡിറ്റർ ഈ എമൗണ്ട് ഒരു പർപ്പസിനും യൂസ് ചെയ്യാതെ കയ്യിൽ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എങ്കിൽ അവിടെ ഫർദർ എക്സ്പാൻഷൻ ഓഫ് ക്രെഡിറ്റ് ഉണ്ടാകില്ല. ഫിഫ്ത്ത് വൺ ഈസ് ബിസിനസ് കണ്ടീഷൻസ്. The nature of economic conditions in the country also restricts the ability of the banks to create credit. അതായത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന എക്കണോമിക് കണ്ടീഷൻസും ബാങ്ക്സിന് ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള എബിലിറ്റിയെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. ഇഫ് ദർ ഇസ് ഡിപ്രഷൻ ഇൻ ദ കൺട്രി, ട്രേഡേഴ്സ് വിൽ ബി ഇൻകറിങ് ദ ലോസസ്. അതായത് നമ്മുടെ എക്കോണമി ഒരു ഡിപ്രഷനിലാണ് എന്നുണ്ടെങ്കിൽ ട്രേഡേഴ്സിന് ലോസസ് സംഭവിക്കും. They will not be willing to take loans and invest and hence there will be no credit creation. അപ്പോൾ ഈ ട്രേഡേഴ്സ് ലോൺ എടുക്കാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ തയ്യാറായിരിക്കില്ല. അപ്പോൾ അവിടെ ക്രെഡിറ്റ് ക്രിയേഷൻ ഉണ്ടാകില്ല. ബട്ട് ഡ്യൂറിങ് ബൂം പീരീഡ്സ് ദ ട്രേഡേഴ്സ് വിൽ അപ്രോച്ച് ദ ബാങ്ക്സ് ഫോർ ലോൺസ് ആൻഡ് ദ വോളിയം ഓഫ് ക്രെഡിറ്റ് വിൽ ഇൻക്രീസ്. ബട്ട് ഇൻ കേസ് നമ്മുടെ എക്കോണമിയിൽ ബൂമാണ് എന്നുണ്ടെങ്കിൽ ട്രേഡേഴ്സ് ബാങ്ക്സിനെ ലോൺസിനായിട്ട് അപ്രോച്ച് ചെയ്യും ആൻഡ് വോളിയം ഓഫ് ക്രെഡിറ്റ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. നമുക്കറിയാം നമ്മുടെ എക്കോണമി ബൂം പീരീഡിലാണ് എന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് എക്സ്പാൻഷൻ കൂടുതലായിരിക്കും, ഡിപ്രഷൻ പീരീഡിലാണെങ്കിൽ ക്രെഡിറ്റ് എക്സ്പാൻഷൻ കുറവായിരിക്കും. The balance portion of credit creation will be discussed in the coming lecture. Thank you.